തൃണമൂൽ കോൺഗ്രസിലെ നേതാവിന് വല്ലാത്തൊരു സംശയം. അതായത് ഡൽഹി പോലീസ് ഈ പാറ്റ പ്രവർത്തകർ ജന്തർ മന്ദിറിൽ സമരം നടത്തിയപ്പോൾ ഈ ഫേസ് റെക്കഗ്നൈസേഷൻ ആപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ആരുടെയൊക്കെ മുഖങ്ങളാണ് പതിഞ്ഞത്, എന്തൊക്കെയാണ് ഉണ്ടായത്, ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്കാണോ പോകുന്നത് എന്നൊക്കെയുള്ള ചില സംശയങ്ങൾ ഒരു തൃണമൂൽ കോൺഗ്രസ് എംപിക്ക് ഇപ്പോൾ ഉണ്ട്. ആ കുറെ സംശയങ്ങളൊക്കെ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. അതായത് ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ അടുത്തിടെ നടന്ന പ്രതിഷേധങ്ങൾക്കിടെ ഡൽഹി പോലീസ് ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ ടെക്നോളജി ഉപയോഗിച്ചതിനെതിരെ തൃണമൂൽ കോൺഗ്രസ് രാജ്യസഭാ എം പി സാങ്കേത് ഗോഖലെ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ഡൽഹി പോലീസ് ഉപയോഗിക്കുന്ന ഡേറ്റാബേസുകളുടെ ഉറവിടത്തെക്കുറിച്ച് അദ്ദേഹം ആരായുന്നുണ്ട്. ജന്തർ മന്ദിറിൽ പ്രതിഷേധങ്ങൾക്കിടെ മുഖം തിരിച്ചറിയാനുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരുന്നതായി ഡൽഹി പോലീസ് സുപ്രീം കോടതിയിൽ സമ്മതിച്ചിട്ടുണ്ട്. ഈ തൃണമൂൽ എം പി പറയുന്നത് ഈ ഡൽഹി പോലീസ് ഓരോരുത്തരുടെയും ഡേറ്റകളൊക്കെ അവർ ചുമ്മാ ഇരുന്ന് അടിച്ചുവിടുന്നു എന്നാണ് ഈ എം പി ഇപ്പോൾ പറയുന്നത്. എന്നാൽ മുഖം തിരിച്ചറിഞ്ഞ് ഒരാൾ കൃത്യമായി കണ്ടെത്തുന്നതിന് പൗരന്മാരുടെ ഫോട്ടോകളും വിവരങ്ങളും അടങ്ങിയ ഒരു ഡേറ്റാബേസ് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ആ ഡേറ്റാബേസ് ഡൽഹി പോലീസിന് എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് ഗോഖലെ ചോദിക്കുന്നുണ്ട്. 2020 ഞാൻ നൽകിയ ഒരു വിവരാവകാശയ്ക്ക് മറുപടിയായി ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ ഫോട്ടോകൾ സഹിതമുള്ള മുഴുവൻ വോട്ടർ പട്ടികയും ഡൽഹി പോലീസിന് കൈമാറിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമ്മതിച്ചിരുന്നു. സ്വാഭാവികമായി ക്രിമിനൽ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്ന വ്യക്തികൾ, ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികളുടെയൊക്കെ ഫോട്ടോസ് എടുത്ത് അവരുടെ ഡേറ്റ തന്നെ തയ്യാറാക്കുന്നു. അവരുടെ വീട് എവിടെയാണ്, അവരുടെ പേരെവിടെ, അവരുടെ ജനതീയതി എവിടെ, അതിൽ ഇവർ ഏത് കേസുകളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, ഏതൊക്കെ സ്റ്റേഷനുകളിൽ ഇവർക്ക് കേസുണ്ട് എന്നൊക്കെയുള്ള ഒരു ഡേറ്റാബേസ് തയ്യാറാക്കി ഇന്ത്യയിൽ വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഏത് സംസ്ഥാനത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിലായിരുന്നാലും ശരി തന്നെ ഈ വ്യക്തി ഇതിൽ പ്രതിയാണെങ്കിൽ നമുക്ക് ആ ഫോട്ടോ എടുത്തൊന്ന് പരിശോധിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഇയാളുടെ പേരിൽ എന്തെങ്കിലും തരത്തിലുള്ള കേസുകൾ എന്തെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതാണ് ഈ ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ ആപ്പ് കൊണ്ടുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത്. കൗതുകകരമെന്ന് പറയട്ടെ, ഫോട്ടോകൾ ഉൾപ്പെടുന്ന വോട്ടർ പട്ടിക ഏതെങ്കിലും ഏജൻസിയുമായി പങ്കുവെക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ ചട്ടങ്ങൾ പ്രകാരം നിരോധിക്കപ്പെട്ടതാണ്. എന്നിട്ടും 2020 സ്വന്തം ചട്ടങ്ങൾ ലംഘിച്ചു കമ്മീഷൻ ആ വിവരങ്ങൾ ഡൽഹി പോലീസിന് കൈമാറി. ജന്തർ മന്ദിറിലെ പ്രതിഷേധ സമയത്ത് ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ ഡേറ്റാബേസിനായി ഫോട്ടോ സഹിതമുള്ള വോട്ടർ പട്ടികകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡൽഹി പോലീസിന് കൈമാറിയിരുന്നോ എന്നാണ് എം പി ചോദിച്ചിരിക്കുന്നത്. ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ ആവശ്യങ്ങൾക്കായി ഡൽഹി പോലീസുമായി തങ്ങളുടെ ഡേറ്റാബേസ് പങ്കിട്ട മറ്റ് ഏജൻസികൾ ആധാർ, ആദായ നികുതി വകുപ്പ്, ഗതാഗത വകുപ്പ് തുടങ്ങിയവ ഏതൊക്കെയാണ്? ഒരു ഏജൻസിയും വിവരങ്ങൾ നൽകിയിട്ടില്ലെങ്കിൽ പ്രതിഷേധ വേളകളിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ മാത്രമല്ല അവിടെ എത്തുന്ന എല്ലാവരിലും ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ പരിശോധന നടത്താൻ ഡൽഹി പോലീസിന് എങ്ങനെയാണ് സാധിക്കുന്നത്? 2023 ഓഗസ്റ്റിൽ പാർലമെന്റ് പാസാക്കിയിട്ടും ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ നിയമം അത് എന്തുകൊണ്ട് ഇതുവരെ പൂർണ്ണമായി വിജ്ഞാപനം ചെയ്തിട്ടില്ല എന്നതിന് ഒരു കാരണമുണ്ട്. യഥാർത്ഥത്തിൽ ലളിതമായ രണ്ട് ചോദ്യങ്ങളാണ്. മുഖം തിരിച്ചറിയുന്നതിനുള്ള സാങ്കേതിക വിദ്യയ്ക്കായി ഏത് ഡേറ്റാബേസാണ് ഉപയോഗിക്കുന്നതെന്ന് ഡൽഹി പോലീസ് വെളിപ്പെടുത്തുമോ? ഡൽഹി പോലീസിന് ഫോട്ടോ അത് ഡേറ്റാബേസുകൾ നൽകുന്നത് തുടരുന്നുണ്ടോ എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റ് ഏജൻസികളും സ്ഥിരീകരിക്കുമോ എന്നീ ചോദ്യങ്ങളാണ് തൃണമൂൽ എം പി ഉയർത്തുന്നത്. ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധങ്ങൾക്കിടെ മുഖം തിരിച്ചറിയാനുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരുന്നതായി ഡൽഹി പോലീസ് സുപ്രീം കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് ഈ വാദം ഉടലെടുത്തത്. കുറ്റവാളികളെയും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെയും തിരിച്ചറിയാൻ മാത്രമാണ് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതെന്നും സാധാരണ പ്രതിഷേധക്കാരെ നിരീക്ഷിക്കാൻ ഇത് ഉപയോഗിച്ചിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കി. ക്രമസമാധാന പരിപാലനത്തിന്റെ ഭാഗമായി വലിയ ജനക്കൂട്ടം ഒത്തുചേരുന്ന അവസരങ്ങളിൽ വർഷങ്ങളായി ഈ സംവിധാനം ഉപയോഗിച്ചു വരുന്നുണ്ടെന്നും പോലീസ് അറിയിക്കുന്നുണ്ട്. പ്രതിഷേധ സ്ഥലങ്ങളിൽ മുഖം തിരിച്ചറിയാനുള്ള സാങ്കേതിക വിദ്യയും ബയോമെട്രിക് നിരീക്ഷണ സംവിധാനങ്ങളും ഉപയോഗിക്കുന്നതിനെതിരെ നിരവധി ഹർജികൾ കോടതിയുടെ പരിഗണനയിൽ ഉള്ളതിനാൽ ഈ വിഷയം ഏറെ പ്രാധാന്യം അർഹിക്കുന്നുവെന്നാണ് പറയുന്നത്. മുഖം തിരിച്ചറിയാനുള്ള സംവിധാനങ്ങൾ, ഡ്രോണുകൾ, സ്മാർട്ട് നിരീക്ഷണ ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത നിരീക്ഷണ സംവിധാനങ്ങളുടെ ഉപയോഗം അത് സ്വകാര്യത, അഭിപ്രായ സ്വാതന്ത്ര്യം, സമാധാനപരമായി ഒത്തുചേരാനുള്ള അവകാശം എന്നിവയ്ക്കുള്ള ഭരണഘടനാപരമായ അവകാശങ്ങളുടെ ലംഘനമാണെന്ന് ഹർജിക്കാർ വാദിക്കുന്നു. മുഖം തിരിച്ചറിയാനുള്ള സാങ്കേതിക വിദ്യ പോലീസ് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്നതിനായി പ്രത്യേക നിയമ സംവിധാനം ഇല്ലാത്തതിനെക്കുറിച്ചും അവർ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ കുറ്റവാളികളുടെ വിവരശേഖരണവുമായി ബന്ധപ്പെടുത്തുന്ന ഈ സംവിധാനം പിടികിട്ടാപ്പുള്ളികളെയോ വലിയ ജനക്കൂട്ടത്തിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന സാമൂഹ്യ വിരുദ്ധരെയോ തിരിച്ചറിയാൻ മാത്രമാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഡൽഹി പോലീസ്. ഈ സാങ്കേതിക വിദ്യയെ നിരന്തരം ന്യായീകരിച്ചുകൊണ്ട് ഡൽഹി പോലീസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഡേറ്റാബേസ് മൂന്നാമതൊരാളുടെ കയ്യിലേക്ക് പോകത്തില്ല. ഇത് നമുക്ക് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി രൂപീകരിച്ച ഒരു ഡേറ്റാബേസ് ആണ്. വ്യാപകമായ നിരീക്ഷണമോ സമാധാനപരമായ പ്രതിഷേധക്കാരെ രഹസ്യമായി നിരീക്ഷിക്കലോ നടക്കുന്നുണ്ടെന്നും ആരോപണങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ നിഷേധിക്കുന്നുണ്ട്. ഡേറ്റാബേസിൽ ഏതെങ്കിലും ഒരു
ക്രിമിനലുടെ മുഖം പതിഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ കൺട്രോൾ റൂമിലേക്ക് പോകുന്നു. കൺട്രോൾ റൂമിൽ നിന്നും അവിടെ പോലീസ് പട്രോളിങ്ങിലുള്ള ഉദ്യോഗസ്ഥർക്ക് ആ ഒരു സിഗ്നൽ ലഭിക്കുന്നു, ഇന്ന ഒരു ക്രിമിനൽ ഈ സ്ഥലത്തുണ്ട്. അപ്പോൾ തന്നെ പട്രോളിങ്ങിന്റെ ടീം അവിടെ എത്തി അവരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു നീക്കത്തിലേക്കാണ് പോകുന്നത്. ഇത് അമർനാഥ് തീർത്ഥാടന കേന്ദ്രമടക്കം വലിയ ഒരു തീർത്ഥാടന കേന്ദ്രങ്ങളടക്കം തന്നെ ഇതിപ്പോൾ അപലപിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.